ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെയിറ്റേജ് വളരെ കൂടുതലായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. ഇതിൽ ഒരുപാട് പുതിയ ടോപ്പിക്സ് പഠിക്കാറുണ്ട്. ഒരുപാട് ന്യൂമറിക്കൽസ് എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. അതിനാൽ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിബ്സ് എനർജിയും സ്പോണ്ടേനിറ്റിയും. ഈ ഒരു ഭാഗത്ത് നിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എങ്ങനെയാണ് ചോദിക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗിബ്സ് എനർജി എന്താണ്. ഗിബ്സ് എനർജി എന്നുള്ള ഡെഫിനിഷൻ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അറിയാവുന്നതാണ്. ഞാൻ നേരെ ന്യൂമറിക്കൽസിലോട്ടാണ് കിടക്കുന്നത്. അതിന് മുൻപ് ഇക്വേഷനും മറ്റു കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് എ മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജി, ഒരു സിസ്റ്റത്തിന്റെ മാക്സിമം എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മളെന്ന് പറയുന്നത് ഗിബ്സ് എനർജി എന്ന് പറയുന്നത്. അതൊരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണെന്നും സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്നും എന്നുള്ള കാര്യമെല്ലാം നമുക്കറിയാം. അതിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ ആണ്. ഇതൊക്കെ ഓരോരോ മാർക്കിനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിനാൽ തന്നെ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഗിബ്സ് എനർജി വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം വരുന്നത് ഈ ഇക്വേഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞു. ഇതിൽ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് ആണ്, ടി ടെമ്പറേച്ചർ ആണ്, ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയാണ്. എൻട്രോപ്പിയും ഗിബ്സ് എനർജിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വരാം. അതുപോലെ തന്നെ എൻട്രോപ്പിയും ഇവിടെ പറയുന്ന എൻതാൽപ്പിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് സ്പോണ്ടേനിറ്റിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്, എന്താണ് സ്പോണ്ടേനിയസ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് തനിയെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയാം. ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പോടുകൂടെ മാത്രമേ നടക്കുള്ളൂ, ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് ഗിബ്സ് എനർജിയുടെ കേസിൽ എങ്ങനെയാണ് പറയുക? വളരെ ഈസിയാണ്. ഗിബ്സ് എനർജി നമ്മൾ കണ്ടുപിടിക്കുന്നു. ഡെൽറ്റ ജിയുടെ വാല്യൂ <0 ആണെങ്കിൽ, നെഗറ്റീവ് ആണ് അതിൻ്റെ വാല്യൂ എങ്കിൽ അത് ഉറപ്പായും സ്പോണ്ടേനിയസ് ആണ്. നിങ്ങളോട് ചോദിക്കുകയാണ് താഴെ തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ ജിയുടെ വാല്യൂ ആണ്. ഡെൽറ്റ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഡെൽറ്റ എച്ചും ടിയും ഡെൽറ്റ എസും എല്ലാം തന്നിരിക്കും. ഡെൽറ്റ ജി കണ്ടുപിടിക്കുക. ഡെൽറ്റ ജിയുടെ വാല്യൂ <0 ആണെങ്കിൽ ഉറപ്പാണ് അത് സ്പോണ്ടേനിയസ് ആണ്. ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് ഇക്വിലിബ്രിയം ആണ്. ഡെൽറ്റ ജി >0 ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് വെച്ചാൽ ഉറപ്പിക്കുക. എന്താണ് കണ്ടുപിടിക്കുന്നത്? ഡെൽറ്റ ജിയുടെ വാല്യൂ. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞിരിക്കുന്ന എക്സാമിന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വേഗം നോക്കുക. ഗിവ് ദ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി ഓഫ് എ പ്രോസസ് ഇൻ ടേംസ് ഓഫ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച്. ഗിബ്സ് എനർജിയുടെ ചേഞ്ചിൽ സ്പോണ്ടേനിറ്റിയുടെ കേസ് പറയാനായിട്ട് പറയുകയാണ്. എങ്ങനെയാണ് പറയുന്നത്? ഡെൽറ്റ ജിയുടെ വാല്യൂ <0 ആണെന്നുണ്ടെങ്കിൽ, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അതെന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് ആണെന്നുള്ളത്. ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ ജി ഷുഡ് ബി എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതുപോലൊരു ചോദ്യങ്ങൾ ഒരുപാട് വർഷങ്ങളിൽ ആവർത്തിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കും നിങ്ങൾക്ക് ഉറപ്പായും കാണാൻ പോകുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഫൈൻഡ് ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് ദ ഫോളോവിങ് റിയാക്ഷൻ ബിക്കം സ്പോണ്ടേനിയസ്. ഇവിടെ തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് സ്പോണ്ടേനിയസ് ആയിരിക്കുന്നത് എന്നാണ്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ അത് നോൺ സ്പോണ്ടേനിയസും, ഒരു ടെമ്പറേച്ചറിൽ അത് ഇക്വിലിബ്രിയം, അതിനു ശേഷമുള്ള ടെമ്പറേച്ചറിൽ അത് സ്പോണ്ടേനിയസും ആയിരിക്കും. അത് ഏത് ടെമ്പറേച്ചറാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ ഇതാണ്. MgO + C gives Mg + CO എന്നീ കെമിക്കൽ റിയാക്ഷനിൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡെൽറ്റ എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡെൽറ്റ ജി തന്നിട്ടില്ല. പക്ഷേ ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് സ്പോണ്ടേനിയസ് ആണ് എല്ലാം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ പരിഗണിക്കേണ്ട അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതിൽ ഏതൊക്കെ വാല്യൂ തന്നിരിക്കുന്നത്? ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡെൽറ്റ എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ഡെൽറ്റ ജിയുടെ വാല്യൂ തന്നിട്ടില്ല. പക്ഷേ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനും പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള കേസിൽ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഡെൽറ്റ എസിൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ ജിയുടെ വാല്യൂ 0 എന്നിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പറേച്ചറിനൊരു വാല്യൂ കിട്ടും. ആ ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആയിരിക്കും. ആ ടെമ്പറേച്ചറിൽ അത് ഇക്വിലിബ്രിയം ആയിരിക്കും. അതിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ അതെല്ലാം നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഈ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെയും ഡെൽറ്റ എസിൻ്റെ വാല്യൂ ഞാൻ എടുത്ത് എഴുതുന്നുണ്ട്. ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ 490 കിലോ ജൂൾ പെർ മോളാണ്. ഡെൽറ്റ എസിൻ്റെ വാല്യൂ എടുത്തെഴുതുന്നുണ്ട്. ഡെൽറ്റ എസിൻ്റെ വാല്യൂ 198 ജൂൾ കെൽവിൻ പെർ മോളാണ്. നോക്കുക, ഇവിടെ തന്നിരിക്കുന്നത് 198 ജൂൾ എന്ന് തന്നിരിക്കുന്നു, ഇവിടെ കിലോ ജൂൾ എന്ന് തന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള കേസുകളിൽ കിലോ ജൂൾ എന്ന് തന്നിരിക്കുന്ന കേസുകളിൽ പ്രോബ്ലം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടിൻ്റെയും യൂണിറ്റ് സെയിം ആയിരിക്കണം. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ കിലോ ജൂളിലാണ്. ഡെൽറ്റ എസിൻ്റെ വാല്യൂ ഞാൻ കിലോ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ജൂളാണെങ്കിൽ രണ്ടിലും ജൂളിലോട്ട് മാറ്റണം, കിലോ ജൂളാണെങ്കിൽ 2 കിലോ ജൂളിലോട്ട് മാറ്റാം. ഇതിനെ വേണമെങ്കിൽ ജൂളിലോട്ട് മാറ്റാം. അപ്പോൾ ഇതും ജൂളാണ് അതും ജൂളാണ്, അങ്ങനെയും പ്രോബ്ലം ചെയ്യാം. ഇതിപ്പോൾ കിലോ ജൂളിലാണ്, ഞാൻ ഇതിന് കിലോ ജൂളിലോട്ട് മാറ്റുന്നു. രണ്ടും ഒരേ യൂണിറ്റ് ആയിരിക്കണം. കിലോ ജൂളിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0.198 കിലോ ജൂൾ കെൽവിൻ പെർ മോൾ എന്ന് കിട്ടും. റെഡി. അപ്പോൾ 198
കിലോ ജൂൾ എന്നായി. അപ്പോൾ ഡെൽറ്റ എസിൻ്റെ വാല്യൂ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താണെന്ന് കൊടുക്കുന്നു? 0 എന്ന് കൊടുക്കുന്നു. 0 ഈക്വൽ ടു ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ 490 മൈനസ് ടി ഈസ് ഈക്വൽ ടി ഇൻറ്റു എത്രയെന്ന് വരും? അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞാൻ ഇക്വേഷൻ എന്താണ് വരിക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിന് 0 ഇട്ട് കൊടുക്കുന്നു. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, ഇതിൽ നെഗറ്റീവ് ടി ഡെൽറ്റ എസിന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അപ്പോൾ ടി ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് എന്ന് വരും. ക്ലിയർ? ഇതിൽ നമുക്ക് ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കുന്നത്. ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂം അറിയാം, ഡെൽറ്റ എസിൻ്റെ വാല്യൂം അറിയാം, നമുക്ക് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതിനാൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ 490 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസിൻ്റെ വാല്യൂ 0.198. ടെമ്പറേച്ചറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക 2474.74 കെൽവിൻ എന്നാണ്. മനസ്സിലാക്കേണ്ടത് ഈ ടെമ്പറേച്ചറിൽ അത് ഇക്വിലിബ്രിയം ആയിരിക്കും. ഇതിനേക്കാൾ കൂടിയ ടെമ്പറേച്ചറിൽ അതെന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്നു ടെമ്പറേച്ചർ എബോവ് 2474.74 Kelvin, this reaction becomes spontaneous. Ready? ഈ ടെമ്പറേച്ചറിൽ ഇക്വിലിബ്രിയമാണ്. ഇതിനേക്കാൾ കൂടിയ ടെമ്പറേച്ചറിൽ അത് സ്പോണ്ടേനിയസ് ആയിരിക്കും, ഇതിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ അത് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. കൂടുതൽ കണ്ടന്റ് വീഡിയോസിനായിട്ടും ഇതിലുള്ള പ്രോബ്ലം വീഡിയോസിനായിട്ടും ഒരുപാട് ട്രിക്സിനും ടിപ്സുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് എപ്പോഴും ഫോളോ ചെയ്യുക. ഏത് വീഡിയോയിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് അടിക്കാനുള്ള മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഓരോ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്നുള്ള ലൈവ് ക്ലാസ്സുകൾ കൃത്യമായി കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക. ഈ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നത്. എന്ത് ഡൗട്ട്സും ഞാൻ ഷെയർ ചെയ്യും. വീണ്ടും അടുത്ത ക്ലാസ് ടോപ്പിക്ക് വരാം. താങ്ക് യു.